യമന് വേണ്ടി യമന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് യഹിയ സാരി. അദ്ദേഹത്തെ ബെഞ്ചമിൻ നെതന്യാഹു ഭയക്കുന്നുണ്ട്. കാരണം യമനെ പോലെ ഒരു രാജ്യം, വികസനം എത്താത്ത ഒരു രാജ്യം, ദരിദ്ര മേഖലയിൽ കഴിയുന്ന ജനങ്ങൾ കൂടുതലുള്ള രാജ്യം, ഹങ്കർ ഇൻഡെക്സിൽ മുൻനിരയിലുള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ ഒരു പട്ടാള നേതാവ് കൃത്യമായും ലോകത്തെ ഏറ്റവും അഹങ്കാരികളിൽ ഒരാളായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. നിങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിൽ പോകുമ്പോൾ ഞങ്ങൾ അതിനെ തകർക്കുമെന്ന് പറയുന്നു. നോക്കൂ, ഇസ്രായേലിന് ഇത്രയധികം സൈനിക സന്നാഹം ഉണ്ടായിട്ടും അവർ എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ട് ജീവിക്കുന്നത്? അവർക്കൊരിക്കലും സമാധാനം കിട്ടില്ല. അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ ജനത മറ്റുള്ളവൻ്റെ വിയർപ്പിലും അധ്വാനത്തിലും ചോരയിലും കെട്ടിപ്പൊക്കിയതാണ് ടെല്ലവീവും ഹൈഫയും എല്ലാം. അതെല്ലാം ചാരമാക്കും എന്ന് യഹിയ സാരി വെല്ലുവിളിക്കുമ്പോൾ, ഗാസയിലെ പൊലിഞ്ഞ ഓരോ ജീവനും നിങ്ങളെ കൊണ്ട് എണ്ണി എണ്ണി മറുപടി പറയിക്കും എന്ന് ആ മനുഷ്യൻ വെല്ലുവിളിക്കുമ്പോൾ, ആ മനുഷ്യൻ്റെ പോരാട്ട വീര്യത്തെ ഇറാൻ ചെറുതായി കാണാൻ കഴിയില്ല. യഹിയ സാരിക്ക് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട്, യഹിയ സാരിക്ക് കൂടുതൽ ചുമതലകൾ ഇറാൻ കൊടുക്കുകയാണ്. അതായത് ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ചേരുന്ന പ്രോക്സി ഗ്രൂപ്പ്, ആ പ്രോക്സി ഗ്രൂപ്പിനെ നയിക്കാൻ അപ്രഖ്യാപിത നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് യഹിയ സാരിയെ കാണുന്നത്. പ്രോക്സി ഗ്രൂപ്പ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കരുത്താണ് പകരുന്നത് മിഡിൽ ഈസ്റ്റിലും, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിലും, അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങളിലും. പ്രോക്സി ഗ്രൂപ്പ് അറബ് രാജ്യങ്ങളെ വരിഞ്ഞു മുറുകുകയാണെന്ന് സൗദി നിലവിളിക്കുന്നുണ്ടായിരുന്നു. സൗദിയുടെ നിലവിളിക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അഭ്യാസം പുറത്തെടുത്താൽ ചുരുട്ടി കൂട്ടിക്കളയും എന്നാണ് സൗദിയോട് പറഞ്ഞിരിക്കുന്നത്. അരാംകോ കത്തിച്ച് നശിപ്പിക്കാൻ ഞങ്ങൾക്ക് അധികം സമയം വേണ്ട. അരാംകോയിലേക്ക് ഞങ്ങൾ ഒരു ആക്രമണ പദ്ധതി ഇട്ടാൽ സൗദി നിലം തൊടാതെ ചാരമായി പോകുമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. പറഞ്ഞു വരുന്നത് യഹിയ സാരി കൃത്യമായും പുതിയൊരു മിഷന്റെ ഭാഗമായി നിൽക്കുകയാണ്. അതായത് ഇസ്രായേലിനെ തച്ചുടയ്ക്കാൻ ഇറാൻ ഒരു വജ്രായുധം യഹിയ സാരിക്ക് നൽകുകയാണ്. യഹിയ സാരി അത് എപ്പോൾ പ്രയോഗിക്കും, എങ്ങനെ പ്രയോഗിക്കും എന്നുള്ളത് വളരെ ഭീതിയോടെ കാത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നായിരുന്നാലും ആ തെമ്മാടിക്ക് ദുരന്തം തന്നെ സംഭവിക്കും.